നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ട് സാഹിത്യകാരൻ എം.ടി. വാസുദേവൻ നായർ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത്. അതിൽ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. അധികാരം സർവാധിപത്യമാണ്, ഭരിക്കപ്പെടുന്നവരെക്കുറിച്ചും ഭരിക്കുന്നവരെക്കുറിച്ചുമൊക്കെ വളരെ താത്വികമായ ഒരു അവലോകനമാണ് നടത്തിയത്. അതുപോലെ തന്നെ ഈ നേതൃപൂജയെക്കുറിച്ച്, നേതാക്കൾക്ക് കിട്ടുന്ന ആ ഒരു ആരാധനയെക്കുറിച്ച്, അത്തരം ആരാധനകളെയൊക്കെ ശക്തമായി തന്നെ വിമർശിച്ചുകൊണ്ടാണ് എം.ടി. കേരള സാഹിത്യോത്സവത്തിൻ്റെ ആ ഒരു വേദിയിൽ സംസാരിച്ചത്. അത് പല മാധ്യമങ്ങളും പല വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നു. ഇ.പി. ജയരാജൻ പറയുന്നത് പിണറായിയോട് അദ്ദേഹത്തിനും പലർക്കും വീരാരാധനയുണ്ട്. അതുപോലെ നരേന്ദ്രമോദിയുടെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. നരേന്ദ്രമോദി ആ രീതിയിൽ ഒരു വീരാരാധനയെ പുൽകുന്ന വ്യക്തിയാണ്, അതിഷ്ടപ്പെടുന്ന വ്യക്തിയാണ് എന്ന തരത്തിലാണ് ദേശാഭിമാനിയും വാർത്ത നൽകിയത്. പക്ഷേ ഈ രണ്ട് വാദങ്ങളിലും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഇവിടെ വീരാരാധനയും പാട്ടെഴുത്തും അല്ലെങ്കിൽ കവിത എഴുത്തും ആൽബം പിടിക്കലുമൊക്കെ നടത്തുന്നത് ആർക്ക് വേണ്ടിയാണ്? അതാരാണ് ചെയ്യുന്നത് എന്നത് പിന്നീടുള്ള കാര്യം. പക്ഷേ അത്തരം സംഭവവികാസങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോൾ നേരത്തെയും പലതരത്തിൽ നേതാക്കളെയൊക്കെ തന്നെ ഇതുപോലെ പുകഴ്ത്തിയും ഒക്കെ തന്നെ ഒരുപാട് പേർ വന്നിട്ടുണ്ട്, അവരെ ആരാധിക്കുന്നവരുണ്ട്. പക്ഷേ വീരാരാധനയോട് ഒരു പ്രതിപത്തിയുമില്ലാത്ത EMS നമ്പൂതിരിപ്പാടിൻ്റെ കാര്യവും എം.ടി. എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹം പലപ്പോഴും ഒരു സാധാരണ പ്രവർത്തകർക്കിടയിൽ സാധാരണ മനുഷ്യനായി ജീവിച്ച വ്യക്തിത്വമാണ്. അതല്ലേ രാഷ്ട്രീയം, അതല്ലേ പൊതുപ്രവർത്തനം, അതല്ലേ അതിൻ്റെ ആ ഒരു രീതി, യഥാർത്ഥ രീതി, ജനങ്ങളെ സേവിക്കുന്നതിൻ്റെ യഥാർത്ഥ രീതി അതല്ലേ? ഇവിടെ വീരാരാധന അങ്ങ് കൂടിയിട്ട് എന്ത് വേണം എന്നറിയാൻ വയ്യാതെ പ്രവർത്തകർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നു. ആരോടുള്ള വീരാരാധന? എപ്പോഴും ഇപ്പോൾ ഇ.പി. ജയരാജനൊക്കെ പല കുറി ഇത് പറഞ്ഞിട്ടുണ്ട്. വലിയ പരിവേഷം, ചരിത്ര പുരുഷനാണ്. അപ്പോൾ ചരിത്ര പുരുഷന്മാരെ നമ്മൾ ആരാധിക്കും, ചരിത്ര പുരുഷന്മാരെ നമ്മൾ പൂവിട്ട് പൂജിക്കും, അവർ നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം നേടും. ഇപ്പോൾ ജനങ്ങളോട്, പൊതുസമൂഹത്തോട് സ്നേഹമുണ്ടാകുന്നതും അവരോട് സഹവർത്തിത്വത്തോടെ സൗഹാർദ്ദത്തോടെ പെരുമാറുന്നതുമൊക്കെ തന്നെയാണ് സാധാരണഗതിയിൽ ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു മന്ത്രി ഒരു ജനാധിപത്യ രീതിയിൽ ചെയ്യേണ്ടത്. ഇത് ജനങ്ങളോട് ഒരു തരത്തിലും ഇടപെടാതെ ഒരു പ്രത്യേക അവസ്ഥയിൽ നിന്നുകൊണ്ട്, കൈവീശി കാണിക്കൽ മാത്രമായി നിന്നുകൊണ്ട് പലപ്പോഴും ഇദ്ദേഹം ഇടപെടുന്നു എന്ന പരാതികൾ പലപ്പോഴും മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടുണ്ട്. എം.ടി. പറഞ്ഞതിൻ്റെ സാങ്കത്യം എന്ത് എന്നുള്ളത് എം.ടിക്ക് അറിയാം. എം.ടി. നരേന്ദ്രമോദിയാണോ പറഞ്ഞത്, പിണറായി വിജയനെയാണോ പറഞ്ഞത്, അതോ മറ്റേതെങ്കിലും നേതാക്കളെയാണോ? ഇതാരായാലും അദ്ദേഹം പറഞ്ഞത് പൊതുവായൊരു കാര്യമാണ്, പൊതുവായൊരു തത്വമാണ്. രാഷ്ട്രീയത്തിൽ, പൊതുജീവിതത്തിലൊക്കെ നേതാക്കളും അതുപോലെ തന്നെ ഇതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുമൊക്കെ പെരുമാറേണ്ടതിനെക്കുറിച്ച്, അവർ ഇടപെടേണ്ടതിനെക്കുറിച്ച്, അവർ ചിന്തിക്കേണ്ടതിനെക്കുറിച്ച്, അവരുടെ ആ രീതികളെക്കുറിച്ച് വളരെ വിശദമായി തന്നെയാണ് എം.ടി. സംസാരിച്ചത്. അതിൻ്റെ ആ ഒരു സാങ്കത്യമാണ് കയ്യിലെടുക്കേണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിണറായി വിജയനെ ഉദ്ദേശിച്ചാണോ, നരേന്ദ്രമോദി ഉദ്ദേശിച്ചാണോ എന്നത് ചർച്ചയാക്കേണ്ട വിഷയം പോലുമല്ല. രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നവരും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരും മാതൃകയാക്കേണ്ട ഒരു രീതിയെക്കുറിച്ച്, ഒരു ജീവിത ചര്യയെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. ഈ 90 വയസ്സുള്ള മനുഷ്യൻ സംസാരിച്ചത്. അത് രണ്ട് തട്ടിൽ നിന്നുകൊണ്ട് രണ്ട് വിവാദങ്ങളും രണ്ട് മുഖങ്ങളുമൊക്കെ ഉയർത്തിക്കാട്ടുകയാണ്, ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇതിൽ നിന്ന് എന്ത് വ്യാഖ്യാനമായാലും ആ പറഞ്ഞത് പാലിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ പൊതുപ്രവർത്തകർക്ക് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് ഉണ്ട്.